സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാരുടെ സമരം 47-ാം ദിവസത്തിലേക്ക്, നിരാഹാര സമരം 9-ാം ദിവസമാകുമ്പോൾ അനുനയ നീക്കത്തിനായി സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് ആശാമാരുടെ പ്രതീക്ഷ. എന്നാൽ ആശമാർക്ക് ആനുകൂല്യം നൽകേണ്ട ഉത്തരവാദിത്തം കേന്ദ്രത്തിന്റേത് തന്നെ എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ആശമാരുടെ സമരം തുടങ്ങി ഇന്ന് 47-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നിരാഹാര സമരം തുടങ്ങിയിട്ട് 9-ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഈ ഒരു 47 ദിവസം കൊണ്ട് ഈ ആശമാർ നിരവധിയായിട്ടുള്ള സമരമുറകളാണ് ഈ സർക്കാരിന് മുന്നിൽ. തങ്ങളുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കണം എന്ന ആവശ്യവുമായി സമരമിരിക്കാൻ തുടങ്ങിയിട്ട് പൂർണ്ണമായും ഈ ഒരു ആവശ്യങ്ങളെല്ലാം തന്നെ സർക്കാർ അംഗീകരിക്കും എന്നുള്ള ഒരു പ്രത്യാശയിൽ തന്നെയാണ് ആശമാരുള്ളത്. എന്നാൽ ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം കേന്ദ്രത്തിൻ്റെതാണ് എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ആശമാരുടെ പ്രതിഷേധം വലിയ ശക്തമായി മുന്നേറുകയാണ്. 47-ാം ദിവസത്തിലേക്കാണ് ഇപ്പോൾ പ്രതിഷേധ സമരം, വ്യാപക സമരം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിരാഹാര സമരം 9-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ദിവസങ്ങളിലെല്ലാം ആശമാരുടെ പ്രതീക്ഷ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റമുണ്ടാകും, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുനയ നീക്കത്തിനായുള്ള ഒരു ചർച്ച ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ സമയത്തും തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം ഓരോ ഇടങ്ങളിലും ഇപ്പോൾ ആശമാർക്ക് ഓണറേറിയം വർധനയുമായി ബന്ധപ്പെട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തി വരികയാണ്. പക്ഷേ അതിന് തദ്ദേശ വകുപ്പിന്റെ ഒരു അനുമതി കൂടി ലഭിക്കണം. ഈ കാര്യം ആശമാർ സ്വാഗതം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും പഞ്ചായത്തുകൾ അത്തരം ഒരു നിലപാടെടുത്തതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം യഥാർത്ഥത്തിൽ പഞ്ചായത്തുകളല്ല ചെയ്യേണ്ടത്, അത് സംസ്ഥാന ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. സംസ്ഥാന ഗവൺമെന്റ് ഇത്രയും ഒരു നിഷ്ഠുരമായ നിലപാടെടുത്തിരിക്കുമ്പോൾ കുറച്ച് പഞ്ചായത്തുകളെങ്കിലും അങ്ങനെ ഒരു നിലപാടെടുത്തത് ഒരു ആശ്വാസകരമാണ്. കാരണം ഈ സമരം ന്യായമാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് അത്തരം ഒരു നിലപാട് പഞ്ചായത്തുകൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് അതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതല്ല. സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണം. കേന്ദ്ര സർക്കാരിനും നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്, അവരുടെ ഇൻസെന്റീവ് കൂട്ടണമെന്നുള്ളത്. അത് ഇപ്പം പാർലമെന്റിൽ, രാജ്യസഭയിൽ നമ്മുടെ ആരോഗ്യമന്ത്രി അങ്ങനെ ഒരു പ്രസ്താവന നടത്തി. അതിന്റെ കൂടുതൽ കൃത്യമായ ഒരു നിലപാടുകൾ തുടർ ദിവസങ്ങളിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം വളരെ ത്യാഗപൂർണമായ ഒരു സമരമായിരുന്നു. ഒരുപാട് ദുഷ്കരമായിരുന്നു, ബുദ്ധിമുട്ടുകൾ ഏറെ സഹിച്ചെങ്കിലും അതിൽ സന്തോഷമുണ്ട്. കാരണം ഇന്ത്യയെമ്പാടുമുള്ള 10 ലക്ഷത്തോളം വരുന്ന ആശമാര് സ്ത്രീ തൊഴിലാളികളാണ്. ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സ്ത്രീ തൊഴിലാളികളാണ്. 10 ലക്ഷം വരുന്ന സ്ത്രീ തൊഴിലാളികൾക്ക് ഏതെങ്കിലും അളവിലൊക്കെ അതിന്റെ ഫലം കിട്ടാൻ പോവുകയാണ്. പാർലമെന്റ്, കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് കൂട്ടുക വഴിയും, അതുപോലെ തന്നെ ഇപ്പം പോണ്ടിച്ചേരി സർക്കാർ ഒരു നിലപാടെടുത്തു. മറ്റ് പല സംസ്ഥാന ഗവൺമെന്റുകളും അത്തരം നിലപാടുകൾ എടുക്കുമെന്നാണ് ഞങ്ങളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇവിടെ കിടക്കുന്നവർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ സമരത്തിൽ പങ്കെടുത്ത കഴിഞ്ഞ 49 ദിവസമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പുതുച്ചേരി സർക്കാർ ഇപ്പോൾ വലിയൊരു തുകയാണ് ആശമാർക്ക്, ഇപ്പോൾ അത് വലിയ തുക എന്നല്ല, ഓണറേറിയം ഇവിടുത്തെ ആശമാർ ചോദിച്ചതിനേക്കാൾ കൂടുതലാണ് പുതുച്ചേരി സർക്കാർ ഇപ്പോൾ നൽകാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഇനിയെങ്കിലും അങ്ങനെ ഒരു സഹായം അല്ലെങ്കിൽ ഒരു പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിവിടെ 21,000 രൂപയാണ് മിനിമം കൂലി എന്നുള്ള നിലയിൽ, ദിവസം 700 രൂപ എന്നുള്ള നിലയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പോണ്ടിച്ചേരി സർക്കാർ 18,000 കൊടുത്തതായിട്ടാണ് വാർത്തകൾ കാണുന്നത്. എന്തായാലും അതൊരു വലിയ വർധനവ് തന്നെയാണ്. അവരുടെ വളരെ താഴെ നിന്നതിൽ നിന്നും വളരെ ഉയർന്ന ഒരു ഇതിലേക്ക് പോയി. അപ്പോൾ ഒരു ഗവൺമെന്റ് അങ്ങനെ തീരുമാനിക്കുന്നത് അത് തീർച്ചയായിട്ടും അവർക്ക് പറ്റുമെന്നുള്ളതാണ്. ഇവിടെയും അതുണ്ടാവും. കാരണം ഇവിടെ ഒരു സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇതിന് തടസ്സമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം ഒരു വർഷത്തേക്ക് നമ്മൾ ഈ ആശമാർക്ക് നമ്മൾ ആവശ്യപ്പെട്ട തുക അത്ര തന്നെ വർദ്ധിപ്പിച്ചാലും വലിയൊരു സാമ്പത്തിക ഭാരമായിട്ട് അത് നമ്മുടെ സംസ്ഥാന സർക്കാരിന് വരുന്നില്ല. അവർ മറ്റു മേഖലകളിൽ ചെലവഴിക്കുന്ന തുകകളുമായി കണക്കാക്കുമ്പോഴത്തേന് ഇത് എത്രയോ നിസ്സാരമായിട്ടുള്ള തുകയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് സാമ്പത്തിക കാരണങ്ങളല്ല, സർക്കാരിന്റെ എന്തോ ഒരു ദുർവാശി പോലെയാണ്. എല്ലാവരും നമ്മളോട് സംസാരിക്കുന്ന സമൂഹത്തിൽ ഏതൊരാളോട് നമ്മൾ സംസാരിച്ചാലും ആശമാരുടെ വിഷയം സെറ്റിൽ ചെയ്യാത്ത ഗവൺമെന്റിന്റെ പിടിവാശി കൊണ്ടാണെന്നാണ് അവർ തന്നെ നമ്മളോട് പ്രതികരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ പാവപ്പെട്ട സ്ത്രീകളോട് നമ്മളുടെ ഇത്രയും ശക്തമായ ഒരു സർക്കാർ ഇങ്ങനെ ഒരു ദുർവാശിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. വളരെ ദുർബലരായ ആളുകളാണ്. അവർക്ക് സർക്കാരിനെ ഒന്നും ചെയ്യാൻ കഴിയുന്ന ആളുകളല്ല. പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ വേണ്ടി അല്ലെ കടക്കൊണ്ട് പൊറുതിമുട്ടുമ്പോഴാണ് അറ്റ കൈ എന്നുള്ള നിലയിൽ ഈ അനിശ്ചിതകാല സമരത്തിലേക്ക് പോയത്. അതിനെ ഇത്രയും നീട്ടിക്കൊണ്ടു പോയതും ഇത്രമാത്രം ആളുകളുടെ ശത്രുത ഗവൺമെന്റിനെതിരെ ഉണ്ടാക്കി തീർത്തതും ഗവൺമെന്റ് തന്നെയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇത്രയൊന്നും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുക പോലും ഇല്ലായിരുന്നു. പക്ഷെ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടൊരു ഗുണമുണ്ടായി. ദേശീയ തലത്തിൽ തന്നെ ഈ അടിസ്ഥാന വിഭാഗം
ഈ മേഖലകളിൽ പണിയെടുക്കുന്ന സ്ത്രീകളുടെ ജീവിത പ്രശ്നങ്ങൾ എത്ര വലുതാണെന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് തന്നെ ബോധ്യപ്പെട്ടു എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പിന്നീട് ഏതെങ്കിലും ചർച്ചയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സമീപിച്ചിരുന്നു? ഇതുവരെ നമ്മളുടെ മുന്നിലേക്ക് അങ്ങനെ ഒരു കാര്യവുമായിട്ട് ഗവൺമെന്റിന് എന്തെങ്കിലും ഒരു പ്രതിനിധികൾ വന്നിട്ടില്ല. അതെങ്കിലും ഞങ്ങൾ പ്രതീക്ഷയിൽ തന്നെയാണ്, ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. കാരണം അതല്ലാതെ നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കഴിയില്ല. കാരണം സ്ത്രീകൾ അത്രമേൽ ദുരിതാവസ്ഥയിലാണ്. പിരിഞ്ഞു പോകാറായിരിക്കുന്ന ആളുകൾ അവരെങ്ങോട്ട് പോകും, എന്ത് ചെയ്യുമെന്നുള്ള ഒരു അനിശ്ചിതത്വം അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യൂണിയനെ സംബന്ധിച്ചിടത്തോളം, യൂണിയൻ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം അനിശ്ചിതത്വത്തിലും അത്രമാത്രം ദുരിതത്തിലുമായിരിക്കുന്ന ഈ ആശാപ്രവർത്തകരെ പെരുവഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ കഴിയില്ല. അതുകൊണ്ട് സമരം തുടരാൻ നമ്മൾ നിർബന്ധിതരാണ്. പൊതുസമൂഹം നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യം. ആശമാർ ഏതായാലും സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ നിരാഹാര സമരം തുടർന്നു പോകുന്നു. ഓരോ ദിവസങ്ങളിലും ആരോഗ്യം മോശമാകുമ്പോൾ ഇവിടെ നിന്ന് ആശമാർ നിരാഹാര സമരം നിർത്തുമ്പോൾ അടുത്ത ആശമാർ തയ്യാറാണ്. ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത്. അങ്ങനെ തുടർന്നു പോകുന്ന ഈ ഒരു ഘട്ടത്തിൽ സർക്കാർ ഒരു സമീപനം പാലിക്കാത്തത് അല്ലെങ്കിൽ സർക്കാർ ഒപ്പം നിൽക്കാത്തത് കൊണ്ട് തന്നെയാണ് ആശമാർ നിർബന്ധിതമായി ഇവിടെ പ്രതിഷേധം തുടരേണ്ട അവസ്ഥയാണ്. 9 ദിവസമായി നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ പോലും സർക്കാർ ഒരു ചർച്ചയ്ക്കായി അടുത്ത് വിളിക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ ഇടങ്ങളിലും ചിലയിടങ്ങളെല്ലാം ഈ ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗമായി ചെറിയ തുക വർധന അനുമതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഇനി സർക്കാരിൻ്റെ അംഗീകാരം വേണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനിയൊരു പ്രതീക്ഷയുള്ളത്. എന്നാലും ഓണറേറിയം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ പെൻഷൻ ആനുകൂല്യം അടക്കമുള്ളവ നൽകുന്നതുവരെ ആശമാർ പ്രതിഷേധം തുടരും. മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് തന്നെ പ്രതിഷേധം നിർബന്ധിതമായി തുടരേണ്ട അവസ്ഥയാണെന്നാണ് ആശമാർ വ്യക്തമാക്കുന്നത്. ശരി, വിഷ്ണുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.